இருக்காது, துளி மழையும் இருக்காது. நீ இல்லை என்றால் சந்திரன் இருக்காது, ஒரு சம்பவம் இனிக்கேது. உன் பேரை சொன்ன சுவாசம் முழுதும் சுகவாசம் வீசுதடி. உன்னை பிறந்தாலே வீசும் காற்றில் வில நிறுத்தமாடி. സോറി ഒന്നും വേണ്ട. ഇനി ഇങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെ. ഇപ്പോഴാ ആ സ്വാതിക്ക് അറിയാൻ പറ്റുന്നേ. അപ്പൊ നിനക്കൊന്നും വരരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. ടാബ്ലറ്റ് ഒന്നും വേണ്ട, അല്ലാതെ മാറ്റി തരുമോ? വേറെ എങ്ങനെ? ഒരു കിസ് മേ ബി. അനു, ഹലോ, നീ കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഇപ്പോഴാണോ നന്ദു എന്നോട് പറയുന്നേ? അത് നിന്നെ കൂടി ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോ ഞാൻ എന്താ ചെയ്യാ? നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ ജെനുവിനാണ്. പക്ഷേ എഗെയിൻ ഹീസ് ആനന്ദ്. ജെനുവിനാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യമല്ലേ? എനിക്കറിയില്ല, എന്താ ഞാനിപ്പോ പറയുക. നീ വേദനിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല നന്ദു. ഇതത്ര ഈസിയാണെന്ന് തോന്നുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെയാ തോന്നിയത്. പക്ഷേ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചതാ. ഒരു പ്രതികാരത്തിന് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? നീ സൂക്ഷിക്കണം നന്ദു. മനസ്സ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ആലോചിക്കണം. സമയമെടുത്തു, പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത്. Don't forget, he's ആനന്ദ് വർമ്മ. കൃഷ്ണ, don't forget, he's ആനന്ദ് വർമ്മ. നീ എന്നെ തല്ലിയല്ലേ? നിന്നെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ എനിക്കറിയാം. നോ റെഡി ടു സീ ദ റിയൽ ഹെൽ. ഈ ദേവാനന്ദ് പറഞ്ഞിട്ട് ടാർജറ്റ് ആകാൻ റെഡി ആയിക്കോ. അപ്പൊ നിനക്കൊന്നും വരരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് എന്താ പറ്റുന്നേ കൃഷ്ണ? ഞാനിപ്പോ എന്താ ഞാൻ ആകെ ഒരു തരം വീർപ്പുമുട്ടൽ. ഒരു പ്രതികാരത്തിന് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ?
കൃഷ്ണേട്ടാ, എങ്ങനെയുണ്ടിപ്പോ? ഓ, ഇപ്പോ പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ആഴത്തിലുള്ള മുറിവല്ലല്ലോ, അത് നന്നായി. ഇല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പാവം, നമുക്ക് നന്ദുവിന് വേണ്ടി ദേവൻകുഞ്ഞിനെ ഒന്ന് ആലോചിച്ചാലോ? മാണിക്കത്തമ്മ പറഞ്ഞിരുന്നു നന്ദുവിന് ഉടനെ മംഗല്യയോഗം കാണുന്നുണ്ടെന്ന്. ശിവനെ പോലെ ഒരാളാകുമെന്നാ പറഞ്ഞത്. ദേവൻകുഞ്ഞിന്റെ നക്ഷത്രം തിരുവാതിരയാണ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണ് സുധേ അത്. ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ആ കുഞ്ഞിന്റെ നല്ല മനസ്സ്. പക്ഷേ നമ്മളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവർ വലിയ ആൾക്കാരാണ്, നമ്മളാണെങ്കിൽ സാധാരണക്കാരും. വെറുതെ ആഗ്രഹിച്ചിട്ട് അവസാനം വേദനിക്കുന്നത് നമ്മളുടെ മോളായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു ആലോചന നിന്റെ മനസ്സിലിരുന്നാ മതി. കൃഷ്ണ, അപ്പോ വേണ്ടല്ലേ? ശരിയാ കൃഷ്ണ, ദേവേട്ടനല്ല ആനന്ദോമ്മ. ഇത് കേൾക്കുന്ന ആരും ഇതിന് സമ്മതിക്കില്ല. ഞങ്ങളുടെ ലോകങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതെനിക്ക് വീണ്ടും ബോധ്യമായി. എന്താ? അപ്പോ അപ്പോ അയാൾ എന്നെ ശരിക്കും പറ്റിക്കുമായിരുന്നോ? ആ മരിയുടെ ഫ്രണ്ട് വഴി അറിഞ്ഞ് എന്തിനാ അവൾ നിന്നെ ചൂസ് ചെയ്തെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഞാനൊരു പൊട്ടിയായതുകൊണ്ടാകും. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. സ്വന്തം നിലം മറക്കും. അതാവും. നന്ദു, കരയില്ലേ? എന്തായാലും നീ ഒരു തീരുമാനം പറയുന്നതിന് മുന്നേ ഇതൊക്കെ അറിഞ്ഞത് നന്നായി. ഇനി ഞാൻ എന്താ ചെയ്യാ? എനിക്കറിയില്ല. മാക്സിമം ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പോ ഇതിന്റെ തീരുമാനം മനസ്സിലായിക്കോളും. ഇപ്പോ നല്ല പിള്ള ചിമഞ്ഞ് നടക്കുന്നത് കൊണ്ട് നിന്നെ എന്തായാലും ഉപദ്രവിക്കില്ല. കൃഷ്ണ, ഞാൻ ശരിക്കും പറ്റിക്കപ്പെടുവാണോ? പക്ഷെ ഒരാളെ കൊണ്ട് ഇത്രയൊക്കെ എനിക്കറിയില്ല. ഒന്നും മൈൻഡ് പോലും ഇല്ല പെണ്ണ്. ഇനി സമ്മതമല്ലെന്നെങ്ങാനും പറയൂ? ഏയ്, അങ്ങനെ പറയാൻ വഴിയൊന്നുമില്ല. എന്തായാലും കൺഫ്യൂഷൻസ് ഒക്കെ മാറട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം.
ഒന്നാമത് സമയം കൊടുത്തിട്ടിപ്പോൾ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാം എല്ലാം ഒരുവിധം കരക്കടുത്തു എന്ന് വിചാരിച്ചതാ, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് മനസ്സ് മാറാൻ എന്താ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നേരത്തെ ആണെങ്കിൽ ഒത്തിരി റീസൺസ് ഉണ്ടായിരുന്നു എന്നെ വെറുക്കാൻ. പക്ഷേ ഇപ്പോൾ എൻ്റെ ജെന്യൂനിറ്റി മനസ്സിലായിട്ടും എന്താണാവോ. ഒന്ന് സംസാരിക്കാന്ന് വെച്ചാൽ എൻ്റെ കൺവെട്ടത്തൊന്ന് ഓടിക്കളയും. ഞാനിനി എങ്ങനെ അവളോടൊന്ന് സംസാരിക്കുക? ദേവേട്ടൻ, ഈ ആനന്ദബൊമ്മ എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ ഏതറ്റം വരെയും പോകും. ടു ദ ഡീപ്, ടു ദ എക്സ്ട്രീം. ഇല്ല, എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്റെ എന്റെ അച്ഛനും അമ്മയും നിങ്ങൾ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാന്ന് കരുതിയോ? ഇല്ല, ഇത് ഒരിക്കലും നടക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അപ്പൊ തന്നെ നടത്തണം. അതാ എന്റെ ഒരു ലൈൻ. വേണ്ട, വിട് 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 ദേവേട്ടാ, പ്ലീസ്. സ്വപ്നമായിരുന്നോ? എന്റെ കൃഷ്ണ, രാവിലെ തന്നെ എനിക്ക് അറ്റാക്ക് വരുത്തിയല്ലോ. നന്ദു, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. സമയത്ത് ഫുഡ് എടുത്ത് കഴിക്കണം. ദേവകുഞ്ഞ് വന്നാ ഫുഡ് എടുത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വരണോ? വേണ്ട കുട്ടി, ഞങ്ങൾ പോയി വരാം. അല്ല, ഇതെങ്ങോട്ടാ രണ്ടാളും കൂടി? റിപ്പോർട്ട് കാണിക്കാൻ പോകുമോ കുഞ്ഞെ? ഇവളൊരു സമാധാനം തരണ്ടേ? ഒരു മിനിറ്റ് നിക്ക്, ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട കുഞ്ഞെ. ഏതോ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, കുഞ്ഞു പഠിച്ചോ. ഈ വെയിലത്ത് നടക്കണ്ട അച്ഛാ. എന്നാ ഞാൻ ടൗൺ വരെ ആക്കി തരാം. ആ ശരി കുഞ്ഞെ. എന്താ കൃഷ്ണ, പഠിക്കാൻ എന്നിട്ട് ഒന്നും തലയിൽ കയറുന്നില്ലല്ലോ. ഞാൻ അയാളിനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. എന്തായാലും പഠിക്കാൻ പറ്റുന്നില്ല. നോവലെങ്കിൽ നോവൽ.
ദേവേട്ടൻ ദേവേട്ടൻ എന്താ ഇവിടെ? നിനക്ക് എന്നെ കാണാൻ സമയമില്ലല്ലോ, തിരക്കല്ലേ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. നിനക്ക് എന്നോട് മിണ്ടാൻ നേരമില്ല, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ നീ പഠിക്കുന്നേ? ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് നിങ്ങളോട് പറയണം. അതിന് നിങ്ങൾ എന്റെ ആരാ? നന്ദു, നീ എന്താ ആളെ പൊട്ടനാക്കുവാണോ? നിനക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാക്കാനല്ലേ ടൈം ചോദിച്ചത്? അത് ഞാൻ തന്നില്ലേ? എന്നിട്ടിപ്പോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാ? എനിക്ക് നിങ്ങളെ ഇഷ്ടല്ല, അത്ര തന്നെ. വാട്ട്? എന്താ നന്ദു നിനക്ക്? നീ എന്താ എന്നെ പൊട്ടം കളിപ്പിക്കുവാണോ? പൊട്ടം കളിപ്പിച്ചതും തെറ്റ് വെച്ചതൊന്നും ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. എന്നെയല്ലേ പൊട്ടം കളിപ്പിച്ച്? ഓ ഗോഡ് നന്ദു, അത് പിന്നെ ഞാൻ നീ വിചാരിക്കുന്ന പോലെയല്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ സത്യസന്ധമായി പറയണം. നിങ്ങൾ മരിയുമായി ബെറ്റ് വെച്ചിരുന്നോ എന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന്? അത് ഞാൻ അപ്പോ വെച്ചോ ഇല്ലയോ? വെച്ചു. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ നാടകത്തിന് മുന്നിൽ വീണുപോയി. അതുപോലെ അല്ലായിരുന്നോ നിങ്ങളുടെ അഭിനയം? എന്നെ രക്ഷിച്ചപ്പോ ഞാൻ ഓർത്തു നിങ്ങളുടെ ഉള്ളിൽ ഇച്ചിരി സ്നേഹമുണ്ടെന്ന്. ആൻഡ് ഞാൻ മറന്നു നിങ്ങൾ ആനന്ദവർമ്മയാണെന്ന്. കാര്യം നേടാൻ ഏതറ്റവും വരെയും പോകുന്ന ആനന്ദവർമ്മ. മീര, അതെ, ഇതെല്ലാം സത്യമാ. പക്ഷേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ വരും വരെ അതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ ഇപ്പോ ദാറ്റ്സ് നോട്ട്. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഒന്നും അറിയാതെ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം ചെയ്യുന്ന എന്റെ അച്ഛനും അമ്മയും വരെ നിങ്ങൾ പറ്റിക്കുമല്ലേ? അതെങ്ങനെയാ? നിങ്ങൾക്കെല്ലാം പണമല്ലേ? കുടുംബ ബന്ധങ്ങളുടെ വില അറിയുവോ? ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയോ? മീര, എനഫ്. ആർ യു ഡൺ? കഴിഞ്ഞോന്ന്? വേണ്ട. നിനക്കറിയോ, ഈ ആനന്ദവമ്മയ്ക്ക് ഒരു കാര്യം ആഗ്രഹിച്ച അത് നേടാൻ വെറും 2 ദിവസം മതി. ജസ്റ്റ് 2 days. ദേ, ഇപ്പൊ പോലും ഞാൻ വിചാരിച്ച നേടാൻ പറ്റാത്തതൊന്നും നിന്നിലില്ല, കേട്ടോ? ഇപ്പോഴല്ല, നമ്മൾ കണ്ടുമുട്ടിയ ദിവസം ഓർമ്മയുണ്ടോ നിനക്ക്? ആ കുളത്തിൽ വെച്ച്. അവിടെ വെച്ച് എനിക്ക് വേണ്ടത് ഞാൻ സാധിച്ചേനെ. അതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ. But unfortunately, it's not, because I fucking love you. Damn. ആ ബെറ്റ് അത് വെറും ഒരു വാശിയായിരുന്നു മീര. നിന്നെ അറിയുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു അഹങ്കാരം. പക്ഷെ നിന്നോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നിന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്നേഹം അതൊന്നും പണത്തിന് വേണ്ടിയല്ല ഞാൻ വാങ്ങിയത്. എനിക്ക് ഒരിക്കലും കിട്ടാത്തതായിരുന്നു അതൊക്കെ. ഐ വാസ് ഓക്കെ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല.
കൃഷ്ണ, ഞാൻ എന്താ ചെയ്യാ? ഈ കാണിച്ചതൊക്കെ നാടകമാണെന്ന് വിശ്വസിക്കാൻ പറ്റും ഒരാളെ കൊണ്ട്? ഇങ്ങനെയൊന്നും ആർക്കും നാടകം കളിക്കാൻ പറ്റൂല. പക്ഷെ വേണ്ട, ഇനി ഞാൻ ഇതിനൊരു പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല. അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ല. വേണ്ട, മനസ്സിൽ തോന്നിയ ഇഷ്ടം അവിടെ കിടന്നോട്ടെ. ആരും അറിയണ്ട.